ഇന്ന് രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രാജ്യമൊട്ടാകെ അതിന്റെ ആഘോഷമാണ്. നമ്മുടെ മലയാളത്തിൽ സൈനികരായി താരങ്ങൾ ജീവിച്ച കുറെ കഥാപാത്രങ്ങളുണ്ട്. എല്ലാത്തിനെ പറ്റിയും നമ്മൾ പറയുന്നില്ല. പ്രധാനപ്പെട്ട കുറച്ചു പേരെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. വിനയന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ചിത്രമാണ് വാർ ആൻഡ് ലവ്. ദിലീപ്, പ്രഭു, ലൈല, കലാഭവൻ മണി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമായിരുന്നു അത്. സാധാരണ രാജ്യസ്നേഹം പ്രധാന വിഷയമാക്കി എടുക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് ഈ സിനിമ വേറിട്ട് നിന്നത് അതിന്റെ പേരിലുള്ളതുപോലെ ശക്തമായ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് കൂടി ചിത്രം സംസാരിച്ചു എന്നതുകൊണ്ടാണ്. ദിലീപ് അവതരിപ്പിച്ച ക്യാപ്റ്റൻ ഗോപിനാഥ് എന്ന കഥാപാത്രവും തമിഴ് നടി ലൈല അവതരിപ്പിച്ച സെറീന എന്ന കഥാപാത്രവും തമ്മിലുണ്ടായ പ്രണയം വളരെ മനോഹരമായാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. പ്രഭു, ക്യാപ്റ്റൻ രാജു, കലാഭവൻ മണി തുടങ്ങി അതിൽ അണിനിരന്ന എല്ലാ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പേടി തോന്നി ആദ്യം കണ്ടപ്പോൾ എന്ന് തുടങ്ങിയ ചിത്രത്തിലെ ഗാനവും വളരെ മനോഹരമായിരുന്നു. മേജർ മഹാദേവനായി മോഹൻലാൽ തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു 2006 പുറത്തിറങ്ങിയ കീർത്തിചക്ര. മോഹൻലാലും തമിഴ് നടൻ ജീവയുമായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇവർക്ക് പുറമെ ലക്ഷ്മി ഗോപാലസ്വാമി, ഗോപിക, ബിജു മേനോൻ, സ്ഫടികൻ ജോർജ്, കൊച്ചിൻ ഹനീഫ, ശ്വേത മേനോൻ, മേജർ രവി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. തീവ്രവാദികളുമായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ചായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രമേയം. ഈ ചിത്രം പിന്നീട് അരൻ എന്ന പേരിൽ തമിഴിൽ മൊഴിമാറ്റി പുറത്തിറക്കുകയുണ്ടായി. തമിഴ് പ്രേക്ഷകർക്ക് ചിത്രം ഇഷ്ടപ്പെടുവാൻ വേണ്ടി തമിഴ് പതിപ്പിൽ ജീവയുടെ കൂടുതൽ രംഗങ്ങൾ ചേർത്തിരുന്നു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ തലവനാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം മേജർ മഹാദേവൻ. കാശ്മീരിലെ തീവ്രവാദികളെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ദൗത്യ സംഘത്തെയാണ് മേജർ നയിക്കുന്നത്. മേജറുടെ ബഡ്ഡി പെയറായ ഹവിൽദാർ ജയകുമാർ ആയാണ് ജീവ സ്ക്രീനിൽ തിളങ്ങിയത്. ഇരുവരുടെയും കോംബോ ചിത്രത്തിന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. മേജർ രവി തന്നെ സംവിധാനവും രചനയും നിർവഹിച്ച മറ്റൊരു ചിത്രമായിരുന്നു കുരുക്ഷേത്ര. കേണൽ മഹാദേവനായി മോഹൻലാൽ, ബിജു മേനോൻ, സാനിയ സിംഗ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ അഭിനയിച്ച ചിത്രവും ഏറെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. ചിത്രം കാണുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ തൊടും വിധത്തിലായിരുന്നു ചിത്രത്തിലെ സീനുകളെല്ലാം തന്നെ ചിത്രീകരിച്ചിരുന്നത്. ഈ ചിത്രത്തിലെ ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം എന്ന് തുടങ്ങുന്ന ഗാനം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമായിരുന്നില്ല. മേജർ രവി രചനയും സംവിധാനവും നിർവഹിച്ച് 2015 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് പിക്കറ്റ് 43. പൃഥ്വിരാജും ജാവേദ് ജാഫ്രിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കാശ്മീരിലാണ് ചിത്രീകരിച്ചത്. ഒറ്റയ്ക്ക് പിക്കറ്റിന് കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരന്റെ കഥയും ഒരു പാകിസ്ഥാൻ സൈനികനുമായുള്ള സൗഹൃദവുമാണ് ചിത്രം പങ്കുവച്ചത്. ബക്കാർഡി എന്ന നായയുമായുള്ള നായകന്റെ സൗഹൃദമായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. ജോലിക്കായി ബറ്റാലിയനിൽ ഒറ്റപ്പെട്ടു പോകുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം സൈന്യത്തിലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ബക്കാർഡി എന്ന നായയുമായി ഉണ്ടാകുന്ന മാനസിക അടുപ്പവും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. ഈ പറഞ്ഞതൊക്കെയും യാഥാർത്ഥ്യത്തിൽ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതിൽ അഭിനയിച്ച താരങ്ങൾ എല്ലാവരും ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് 2009 മോഹൻലാലിനെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി രാജ്യം ആദരിച്ചത്.